കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിടിവലി ശക്തമായിരുന്നു. 3 പേരാണ് അവസാന ലിസ്റ്റിൽ പരിഗണിക്കപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവായ സിദ്ധരാമയ്യക്കാണ് മുൻതൂക്കം. കേന്ദ്രമന്ത്രിമാരായ മല്ലികാർജുൻ ഖാർഗെ, വീരപ്പ മൊയ്ലി എന്നിവരാണ് മറ്റു 2 പേർ. നേരത്തെ PCC അധ്യക്ഷനായും പ്രതിപക്ഷ നേതാവുമായുള്ള പ്രവർത്തന പരിചയം ഖാർഗെക്ക് അനുകൂലമാകും. ഇതിനിടെ 120 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദവുമായി സിദ്ധരാമയ്യ രംഗത്തെത്തി. ഇത് തന്റെ അവസാന ജനവിധിയാണെന്ന മുൻനിലപാട് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് അവകാശവാദത്തിന് ആക്കം കൂട്ടി. ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. ഹൈക്കമാൻഡിന് പ്രിയങ്കരനായ വീരപ്പ മൊയ്ലി, AICC ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ് എന്നിവരുടെ പേരുകളും അണിയറയിൽ ശക്തമാണ്. മുഖ്യമന്ത്രി കാര്യത്തിൽ ഉണ്ടായേക്കാവുന്ന തർക്കങ്ങൾ ഒഴിവാക്കാനാണ് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള നിരീക്ഷകർ കർണാടകയിലെത്തുന്നത്. ഏതായാലും AK ആന്റണിക്കും സംഘത്തിനും കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയെ കണ്ടെത്തുക ഏറെ ദുഷ്കരമാകും. ഇതോടൊപ്പം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും നടക്കും. പുതിയ സർക്കാർ ചുമതലയേൽക്കേണ്ട തീയതി സംബന്ധിച്ചും ഇന്ന് ധാരണയുണ്ടായേക്കും. സംഘം ഡൽഹിയിൽ തിരിച്ചെത്തിയതിനു ശേഷമാകും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.